കോതമംഗലത്ത് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ കാഷ്വാലിറ്റി കം ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തന സജ്ജമായി. ഒപ്പം ഓഫ്താൽമിക് ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് നേറ്റൽ വാർഡ് എന്നിവയുമുണ്ട്. പുതുപദ്ധതികളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു. ആരോഗ്യ മേഖലയ്ക്ക് ഉണർവ് പകർന്ന് കോതമംഗലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ കാഷ്വാലിറ്റി കം ഡയാലിസിസ് യൂണിറ്റ് തുറന്നു. ഇതോടൊപ്പം ഒഫ്താൽമിക് ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് നേവാർഡ് എന്നിവയും പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. MLA ആന്റണി ജോണിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3.49 കോടി രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. കിഫ്ബി ഫണ്ടായ 11.15 കോടി രൂപ ഒഫ്താൽമിക് ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് നേവാർഡ് എന്നിവയ്ക്ക് വേണ്ടിയും ഉപയോഗിച്ചു. പുതുപദ്ധതികളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിച്ചു. കാഷ്വാലിറ്റി കം ഡയാലിസിസ് യൂണിറ്റ്, ഓഫ്താൽമിക് ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് നേറ്റൽ വാർഡ് എന്നിവ ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞിട്ട് തിരുവനന്തപുരം അനാച്ഛാദനം ചെയ്യും. അവിടെ പോയി നാളെ കൊടുക്കുന്നതായി. ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ക്യാബിനറ്റിനായി പിന്നീട് തന്റെ ഉദ്ഘാടനങ്ങളുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് കൂടി ഇവിടെ എത്തിയത്. ഇപ്പൊ തന്നെ സമയം നന്നായി വൈകിട്ടുണ്ട്. നോമ്പ് കാലൊക്കെ ആയതുകൊണ്ട് അത് നോമ്പ് തുറക്കി മുമ്പ് പരിപാടികളൊക്കെ തീർക്കേണ്ടതുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറയേണ്ട സന്ദർഭമാണെങ്കിലും ഈ സമയപരിമിതി മൂലം അതിലേക്കാൻ അധികം കിടക്കുന്നില്ല. ഇവിടെ കാഷ്വാലിറ്റി കം ഡയാലിസിസ് യൂണിറ്റ്, നേരത്തെ ഡയാലിസിസ് ഞാൻ MP ആയിരുന്ന കാലത്ത് ആലുവ ആശുപത്രി, ഇപ്പൊ ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി വന്ന് ഞാനൊരു പ്രൊജക്ട് ഡയാലിസിസ് സെന്റർ ആരംഭിക്കുക. MP ഫണ്ട്, മറ്റ് MP മാരുടെ ഫണ്ട്, CSR, ചാരിറ്റി ഒക്കെ ചേർന്ന് പദ്ധതി തയ്യാറാക്കി. ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ C റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിർ ഷാ R, വാർഡ് കൗൺസിലർ മിനി മാത്യു, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CPS ബാലൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പ്രിസിൻ ജോർജ്, യുവജനക്ഷേമ ബോർഡ് മുൻ വൈസ് ചെയർമാൻ S സതീഷ്, FIT ചെയർമാൻ R അനിൽകുമാർ, MBI ചെയർമാൻ EK ശിവൻ, HMC മെമ്പർമാരായ PP മൈദീൻ ഷാ, സണ്ണി വർഗീസ്, അഡ്വക്കേറ്റ് മാർട്ടിൻ സണ്ണി, നേതാക്കളായ തോമസ് തോമ്രയിൽ, മനോജ് ഗോപി, ഷാജി പീച്ചക്കര, സാജൻ അമ്പാട്ട്, ബേബി പൗലോസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിന്ധു ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. വികസന പ്രവർത്തനങ്ങൾ സാധ്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ബഹുമാന്യനായ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവர்களാണ് 15 കോടി രൂപയോളം ചെലവഴിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച പദ്ധതികളുടെ ഡയാലിസിസ് സെന്റർ അടക്കം പതിറ്റാണ്ടുകളായി കോതമംഗലത്തെ പൊതുസമൂഹം കാത്തിരുന്ന ഒട്ടേറെ പദ്ധതികളാണ് ഇന്ന് നമ്മളോട് ഒരുമിച്ച് പൂർത്തീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, നമുക്കറിയാം, ഇന്ന് ഒട്ടേറെ പരിപാടികൾ താലൂക്ക് ആശുപത്രിയുടെ പ്രോഗ്രാം ഉൾപ്പെടെ നിരവധി റോഡുകളുടെയും വിദ്യാലയങ്ങളുടെയും ഒക്കെ ഉദ്ഘാടനം ഇനി ഇതിന് ശേഷം അദ്ദേഹത്തിന് നിർവഹിക്കാറുണ്ട്. ഇന്ന് ക്യാബിനറ്റ് യോഗം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഏതാണ്ട് 2-2.5 മണിക്കൂറോളം ക്യാബിനറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ അപ്പോൾ നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ. ന്യൂസ് ഡെസ്ക്, Media 60, കോതമംഗലം.